ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അത് പറഞ്ഞിട്ട് സുശീല അങ്ങ് പോവുകയാണ് കേട്ടോ. ഈ സമയം സത്യം ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ അനുപമക്ക് ഭയങ്കര സങ്കടമായിരിക്കുകയാണ്. അനുപമ തകർന്നു നിൽക്കുമ്പോൾ അത് കാണുന്ന ഇവിടെ മഞ്ചാടി ചോദിക്കുകയാണ്, എന്തിനാണ് ചേച്ചി ഇങ്ങനെ ടെൻഷനാണ്? ഒന്നുമില്ല, ഈ പ്രശ്നത്തിനൊന്നും എനിക്ക് പരിഹാരം കണ്ടെത്താനാവില്ല. എൻ്റെ ടെൻഷനും ഒരു അർത്ഥവുമില്ല. അത് നീ നോക്കിയിട്ട് കാര്യമില്ല. ഞാനിതൊക്കെ തരണം ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ മോള് പോയിട്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞ് വരികയാണ് കേട്ടോ. ഇതേസമയം മഞ്ചാടി പ്രാർത്ഥിക്കുന്ന, ഈശ്വര എൻ്റെ അനുചേച്ചിക്ക് മനസ്സമാധാനം കൊടുക്കണേ, അവരുടെ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണേ, അതുപോലെ എൻ്റെ പ്രശ്നത്തിന് ഈ കാത്തിരിപ്പിന് ഒരു വിരാമം ഇടണേ എന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. എന്നാൽ ഈ സമയം സുശീലയാണെങ്കിൽ മുകളിൽ കയറി നിൽക്കുന്നുണ്ട്, ഇവരെയും കാത്തിട്ടോ. അങ്ങനെ ഈ സമയം ഇവരിങ്ങനെ കയറി വരികയാണ്. ആ സമയം കാണാം സുശീല അവിടെ കാണുന്നു കേട്ടോ. സുശീലയെ കണ്ട ഉടൻ തന്നെ അവർ പോയിട്ടില്ലല്ലോ എന്ന് മഞ്ചാടി പറയണം, നീ വാ അവരുടെ അടുത്തോട്ട് പോവാ എന്ന് പറഞ്ഞ് വഴിയിലാണല്ലോ നിൽക്കുന്നത്. അങ്ങനെ സുശീല പറയണം, നിൽക്കവിടെ, നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചത്? നീ പ്രതിഭയെ അങ്ങ് വിരട്ടിയിട്ട് എൻ്റെ വീട്ടിലോട്ട് ഓടിക്കാമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ ഓടിച്ചു കൊണ്ടുവരാം എന്നൊക്കെ നീ കരുതിയിട്ടുണ്ടാവും. എന്നാൽ ഞാനും പ്രതിഭയെ സുഖമായി ജീവിക്കുന്നു. ഇപ്പോൾ കണ്ടില്ലേ നിന്നെ പുറത്താക്കിയത്? എത്ര പെട്ടെന്നാണ് ഞാൻ പുറത്താക്കിയത്, കണ്ടില്ല, ഇത്രയേ ഉള്ളൂ. എന്തായാലും നിങ്ങളെ എന്നെ ഇപ്പോൾ പുറത്താക്കിയെന്ന് തോന്നല് അതവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ മകൻ ഈ സത്യങ്ങളൊക്കെ അറിയുന്ന ഒരു ദിവസം വരും, അന്ന് നിങ്ങളുടെ മകൻ നിങ്ങളെ തള്ളിക്കളയും, അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ശാശ്വത നിനക്ക് എന്താടി ചെയ്യാൻ പറ്റുക? ഇപ്പോൾ പ്രതിഭ എൻ്റെ വീട്ടിലാണ്, ഞാൻ അവളുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയെന്നുള്ള തെളിവല്ലേ നിൻ്റെ അടുത്തുള്ളൂ. പക്ഷേ അതൊന്നും കറക്റ്റായി തെളിയിക്കാൻ പറ്റില്ലല്ലോ. തെളിയിക്കാൻ പറ്റുമെങ്കിൽ നീ അത് ചെയ്യുക, അത് കാണട്ടെ ഞാൻ. ഇതൊന്നും നിയമപരമായി നിനക്ക് തെളിയിക്കാൻ ഒരിക്കലും പറ്റില്ല. കാരണം പ്രതിഭയുടെ കുഞ്ഞ് ഇപ്പോഴും വയറ്റിലുണ്ട്. പിന്നെ എങ്ങനെയാണ് നീ എനിക്കെതിരെ കേസുമായി വരാമെന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ നിങ്ങളുടെ തെറ്റിദ്ധാരണയാണിത്. എന്തായാലും ഈ കുഞ്ഞ് പോയില്ലല്ലോ എന്നങ്ങ് പറഞ്ഞ ഉടനെ തന്നെ സുശീലയോട് പറയണ, കുഞ്ഞു പോകാതിരിക്കാനുള്ള കാരണം ഞാനല്ലേ, അല്ലായിരുന്നെങ്കിൽ ആ കുഞ്ഞു പോയിരുന്നില്ലേ എന്ന് പറഞ്ഞ ഉടനെ തന്നെ സുശീല പറയണേ, എന്തായാലും എനിക്കെതിരെ ഒരു തെളിവ് നിനക്ക് കൊണ്ടുവരാൻ പറ്റില്ലടി. അതാണ് സുശീല എന്ന് പറയുന്നത് കേട്ടോ. ഇതേ സമയം നിങ്ങൾ വിജയിച്ചു എന്ന് കരുതി നിങ്ങൾ ഇരിക്കണ്ട, നിങ്ങൾക്കൊരു തോൽവി വരും, അത് ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അനുപമ അവിടെ നിന്ന് പോകുന്നു കേട്ടോ. പിന്നീടാണെങ്കിലോ വീട്ടിലെത്തിയ അനുപമ ഭയങ്കര ടെൻഷൻ അടിച്ച് കയറുന്നത് കാണുമ്പോൾ അനുപ ചോദിക്കുക, സാധാരണ അമ്പലത്തിൽ നിന്ന് വരുമ്പോൾ അനുപമക്ക് വലിയ തെളിച്ചാണല്ലോ, ഇന്നെന്തത്ര സങ്കടം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. മോനെ, നിൻ്റെ അച്ഛന് പോലും നിന്നെ വേണ്ടട, കൈ ഒഴിഞ്ഞട, ഈ അമ്മ പലതും സഹിച്ചത്, നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്നേഹം നഷ്ടപ്പെടരുതെന്ന് കരുതിയിട്ടാണ് പലതും സഹിച്ചത്, പക്ഷെ അത് നഷ്ടമാവുന്നു മോനെ എന്ന് പറഞ്ഞാൽ മോനെ അകത്തെടുത്തിട്ട് പോവാണ് കേട്ടോ. ആ സമയം ഭാനമ്മ മഞ്ചാടി വെച്ച് ചോദിക്കുകയാണ്, എന്താടി പ്രശ്നം ഉണ്ടായത്? ഇങ്ങനെ തെളിച്ച് ഇല്ലാതെ എൻ്റെ അനു വരണമെങ്കിൽ അവൾക്ക് എന്താ അവിടെ സംഭവിച്ചത്? അപ്പം മഞ്ചാടി പറയണേ, അവിടെ ആ സുശീലാൻറ്റി വന്നിരുന്നു, അവിടെ എന്തൊക്കെയോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു, ഇനി അനുചേച്ചിയെ കാണാൻ പാടില്ലെന്ന് പറഞ്ഞ് അവിടെ സത്യം ചെയ്തിരിക്കുന്നു, അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു, അവരുടെ കരിമരുന്ന് പ്രയോഗം അനുചേച്ചിയിൽ ഏറ്റിരിക്കുന്നു എന്ന് പറയട്ടോ. അപ്പോൾ ഇത് കേൾക്കുന്ന ഭാനുമക്ക് സങ്കടമാവുകയാണ്. ഇതേ സമയം അനുപമയാണെങ്കിൽ കുഞ്ഞിനോട് എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കുകയാണ്, മോനെ, നിൻ്റെ അച്ഛൻ നിന്നെ സ്നേഹിക്കുന്നത് കാണാനാണ് ഈ അമ്മ പല യാതനകളും വേദനകളും സഹിച്ചത്, പക്ഷെ അതിലൊരു അർത്ഥമില്ലെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിനോട് ഞാനൊരു കാര്യം പറയട്ടെ, ഈ അമ്മ വിചാരിച്ചാൽ ഇനി നിനക്ക് അച്ഛൻ്റെ സ്നേഹം കിട്ടത്തില്ല, നിൻ്റെ അച്ഛൻ നമ്മുടെ വിട്ടു പോയിരിക്കുന്നു എന്ന് പറയാം കേട്ടോ. ഇതേ സമയമാണ് രവിയുടെ ഫോൺ വരുന്നത്. അപ്പോൾ ഹലോ എന്ന് ചോദിക്കുന്നു, എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ രവി പറയാണ്, അതെ, ഇവിടെ സുശീല വന്നിരിക്കുന്നു, അവർ ഇനി വന്നിരിക്കുന്നത് ഒന്നിനുമല്ല, രണ്ടാമത്തെ റിപ്പോർട്ട് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ടല്ലോ, അതിൻ്റെയും ആ ഒരു റിപ്പോർട്ട് എന്താണെന്ന് അറിയുന്നത് തടയാൻ വേണ്ടിയാണ് അർഷയെ കാണാൻ വന്നിരിക്കുന്നത്. എന്തായാലും അർഷ ഒന്നും മിണ്ടുന്നില്ല, അർഷ മൗനമാണ്, അതാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് സുശീലയാണ് കാണിക്കുന്നത്. സുശീല ഹർഷയുടെ കയ്യിൽ ഒരു ചിരടക്കെ കെട്ടിക്കൊടുക്കുന്നു. പിന്നീട് പ്രസാദം നെറ്റിയിലിട്ട് കൊടുക്കുന്നു. മോളെ, നിനക്ക് ഇനി ഒരു കുഴപ്പവും വരില്ല, ഈ ആൻറ്റി ഏറ്റവും കൂടുതൽ തകർന്നത് നീ വീണപ്പോഴാണ്, നീ എനിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ എനിക്കൊരു തകർച്ചയും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ തകർച്ചയുടെ മുകളിലൂടെ തകർച്ചയാണ്, എൻ്റെ എല്ലാം കഴിഞ്ഞു, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കരയുമ്പോൾ ഉടൻ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നുണ്ട് ഹർഷയുടെ ഉള്ളിൽ ഇപ്പം എന്തെന്ന് വ്യക്തമാവുന്നില്ല. എന്നിട്ട് പറയുന്നുണ്ട്, നീ വീണപ്പോൾ നമുക്ക് പതനത്തിൻ്റെ തുടക്കം കുറിച്ചു എന്ന് എനിക്ക് മനസ്സിലായി മോളെ, കാരണം അനുപമ ഉള്ളപ്പോൾ തന്നെ ഇന്ദ്രനെ നമ്മൾ എങ്ങനെ നോക്കിയാലും നമ്മുടെ വലയിൽ വീഴ്ത്താൻ കഴിഞ്ഞില്ല. അനുപമ ആൾ നിസ്സാരക്കാരിയല്ല, കാണും, അത് നിനക്കും അറിയാലോ, ഇപ്പോൾ അവൾ കിടന്ന് കാട്ടിക്കുട്ടിയത് കണ്ടില്ലേ, ഇനിയിപ്പോൾ ലക്ഷ്യം എൻ്റെ മോളുടെ ജീവിതത്തിലാണ്, അതാണ് എനിക്ക് പേടി. അത് കേൾക്കുന്ന ഹർഷയുടെ ഉള്ളിൽ ഒരു പരിഭ്രാന്തി വരികയാണ് കേട്ടോ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്ന ലെവലിൽ നോക്കുമ്പോൾ ഇപ്പോൾ നിൻ്റെ രവിയെന്നെയാണ് അവൾ ഉന്നട്ടിയിരിക്കുന്നത്, രവിയെ അവൾ കീഴിലാക്കാനുള്ള പരിപാടിയാണ്, എൻ്റെ മോളുടെ ജീവിതം പിന്നീട് തകരും, അത് പറയാനില്ല എന്ന് പറയുമ്പോൾ എൻ്റെ രവിയേട്ടനൊരു പാവമാണ്, അത് തന്നെയാണ് എൻ്റെയും പേടി, രവി എല്ലാവരെയും അമിതമായി വിശ്വസിക്കും, എന്തായാലും എൻ്റെ മോളൊന്ന് ശ്രദ്ധിക്കുന്നതല്ല എന്നുള്ള കുത്തുവാക്കും ഹർഷയുടെ ഉള്ളിൽ പറഞ്ഞിട്ട് അവിടെ നിന്നും
സുശീല കുറച്ചങ്ങ് നീങ്ങിയിട്ട് ഇവിടെ ഹർഷയെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. ഹർഷ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടുന്നു. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ഭാനുമ്മയാണ്. അപ്പോൾ ഭാനുമ്മ പറയണേ, എടി നീ വിചാരിക്കുന്നത് പോലെ ഒന്നല്ല അനു, നീ ടെൻഷൻ ആവണ്ട. അവനിപ്പോൾ ആ സത്യം ഒരിക്കലും ചെയ്തിട്ടുണ്ടാവില്ല. കാരണം അവൻ്റെ ഉള്ളിൽ അവൻ പറഞ്ഞിട്ടുണ്ടാവും അനുപമയും കുഞ്ഞിനെയും നോക്കുമെന്നായിരിക്കും. പക്ഷെ അമ്മയുടെ മുന്നിൽ ഒരു അഭിനയം. അത് കേൾക്കുന്ന അനുപം പറയണേ, എന്തിനാ ഭാനുമ ഇനിയും ഇന്ദ്രേട്ടന് വേണ്ടി സംസാരിക്കുന്നത്? അപ്പോൾ അത് കേട്ട ഉടൻ തന്നെ, അല്ല ഇന്ദ്രേട്ടന് വേണ്ടി ഞാൻ സംസാരിച്ചില്ല, ഇന്ദ്രൻ നന്മയുള്ളവനാണ്. അത് കേട്ട ഉടൻ തന്നെ മഞ്ചാടിയും പറയാണ്, എനിക്കും മനസ്സിലായോടത്തോളം ഇന്ദ്രേട്ടൻ നന്മയുള്ള ആൾ തന്നെയാണ്. പക്ഷേ അമ്മയുടെ വാക്ക് കേട്ട് ആരെയും വേദനിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ട് അങ്ങനെയൊക്കെ തുള്ളുന്നതാണ്. അപ്പോൾ തന്നെ ഭാനുമ പറയണേ, ഇത് തുള്ളിയതൊന്നല്ല, ഇത് സുശീലയുടെ ഒരു തന്ത്രമാണ്. അത് കേട്ടോടെ തന്നെ അനുപമ ചോദിക്കുക, എന്ത് തന്ത്രം? അതെ ഞാൻ പറയട്ടെ, ഞാൻ ഇന്നലെ ഇവിടെ നിന്നും പോയിട്ട് സോനിയോടും അതുപോലെ തന്നെ ഷ്യാമിനോടും പ്രതിഭയോട് സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. പ്രതിഭയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ നോക്കിയത് സുശീലയെന്നും അത് ശാസ്ത്രീയമായ ടെസ്റ്റ് നടത്തിയെന്നും ദുർമന്ത്രവതിയെ കണ്ട് ലേഹം കൊടുത്തെന്നും രണ്ടാമത് ലേഹം കൊടുക്കാൻ ഒരുങ്ങിയ അനുപമ അത് പിടിച്ചെന്നും എന്നുള്ള സത്യങ്ങൾ. എന്തിനാ ഭാനുമ വെറുതെ അത് പറയാന്നത്? എന്നിട്ട് എന്ത് കാര്യം? ഞാനത് ഇന്ദ്രനോടും അതുപോലെ തന്നെ ഈ പറയുന്ന സത്യനോടും പറയാൻ പറഞ്ഞിരുന്നു. പക്ഷെ അവൾ അത് പറഞ്ഞിട്ടുണ്ടാവില്ല. കാരണം സുശീലയുടെ അല്ലേ മകള്, അവൾ തന്ത്രപരമായി അവളുടെ അമ്മയോട് കാര്യം പറഞ്ഞിട്ടുണ്ടാവും. അത് പറഞ്ഞതുകൊണ്ട് തന്നെ ഇതാ അവൾ മനഃപൂർവ്വം ഇനി ഇന്ദ്രനിലോട്ട് ഇത് എത്താൻ പാടില്ല എന്ന് മനസ്സിലാക്കി പേടിച്ച് ഇന്ദ്രനിൽ നിന്ന് ഒരു മുൻകൂർ ജാമ്യം എടുത്തിരിക്കുകയാണ്. അതായത് നിന്നെ ഒരിക്കലും ഇന്ദ്രൻ കാണാൻ വരാൻ പാടില്ല. അതിനു വേണ്ടിയാണ് ഈ കള്ളസത്യം ചെയ്യിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ദ്രനെ അതിന് മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. അതാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അത് കേട്ട ഉടൻ തന്നെ അനുപ പറയുന്നത്, എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ല ഭാനുമ, വെറുതെ എനിക്ക് വേണ്ടി എൻ്റെ മനസ്സിൻ്റെ ആശ്വാസത്തിന് വേണ്ടി ഭാനുമ വെറുതെ ഓരോന്നും പറയരുത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ, അല്ല മോളെ അങ്ങനെ തന്നെ ആയിരിക്കും, അവന് നന്മയുള്ളവനാണ്. അത് കേൾക്കുന്ന അനുഭവം പറയുന്നുണ്ട്, അച്ഛനും ഇടയ്ക്കിടയ്ക്ക് ഈ വാക്ക് പറയും ഇന്ദ്രന് നന്മയുണ്ടെന്ന്, എന്നാൽ ഇതൊന്നും കാണുന്നില്ലല്ലോ, വേണ്ട സമയത്ത് പ്രയോഗിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് ഇന്ദ്രനെയാണ് കാണിക്കുന്നത്. ഇന്ദ്രൻ തൻ്റെ വീട്ടിൽ ചെന്നിരുന്നിട്ട് ഷ്യാമിനോട് പറയാണ്, അരുതാത്തത് ഞാൻ ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യും എനിക്കറിയില്ല. എന്നാൽ ഇത് കണ്ടിട്ടാണ് അനുഭവം വന്നത്. അവൾക്ക് എത്രമാത്രം വിഷമമായിട്ടുണ്ട് അത് ആലോചിക്കുമ്പോൾ മനസ്സിൻ്റെ ഒരു വിഷമം. അപ്പോൾ സോനയും നിൽക്കുന്നുണ്ട്, അപ്പോൾ സത്യനും നിൽക്കുന്നുണ്ട്. അപ്പോൾ സത്യം പറയണേ, ഇന്ദ്രേട്ടൻ വേണ്ടാത്തതിന് നിൽക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സോന പറയണേ, ഇന്ദ്രേട്ടൻ എന്തിനാ അമ്മക്ക് അങ്ങനെ ഒരു സത്യം ചെയ്തു കൊടുത്തു? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഉടൻ തന്നെ സത്യം പറയണേ, ചില കാര്യങ്ങൾ അമ്മയാണെങ്കിലും ആരാണെങ്കിലും പറയാനുള്ളത് മുഖത്തടിച്ച് പറയണേ, ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും ഒരിക്കലും ഇന്ദ്രേട്ടൻ ചെയ്തു കൊടുക്കരുത്. അത് കേൾക്കുന്ന ഇന്ദ്രൻ അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ടാണോടാ നീ നിൻ്റെ ഭാര്യയെ അമ്മയെ പേടിച്ച് ഇവിടെ നിന്ന് നിൻ്റെ വീട്ടിലോട്ട് കൊണ്ടാക്കിയത്? അമ്മയോട് നീ എന്തെങ്കിലും എതിർപ്പ് വാക്ക് പറഞ്ഞോ? അപ്പോൾ അതെന്താ നീ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ സത്യന് അവിടെ ഉത്തരമില്ല കേട്ടോ. എന്നിട്ട് കുറച്ച് മുന്നോട്ട് ഇന്ദ്രനെ അങ്ങ് ദേഷ്യം പിടിച്ച് പറഞ്ഞിട്ട് പോവുകയാണ്, അതെ എനിക്ക് ഭാര്യയേക്കാൾ വലുത് എൻ്റെ അമ്മ തന്നെയാണ്, എൻ്റെ അമ്മയാണ് എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലുത് എന്ന് സത്യനോട് പറയുന്നുണ്ട് കേട്ടോ. നിന്നെപ്പോലെ അല്ലടാ ഞാൻ, എനിക്ക് എൻ്റെ അമ്മ തന്നെയാണ്, എൻ്റെ അമ്മയുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു കാര്യത്തിലും ഞാൻ നിൽക്കില്ല എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയുള്ളൊരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ.